27 വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനം തിരിച്ചുപിടിച്ച് ബി.ജെ.പി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ 48ലും ബി.ജെ.പി. വിജയിച്ചു. 22 സീറ്റുകൾ മാത്രമാണ് എ.എ.പിക്ക് ലഭിച്ചത്. തുടർച്ചയായി മൂന്നാം തവണയും കോൺഗ്രസിന് സീറ്റൊന്നും ലഭിച്ചില്ല. 27 വർഷത്തിന് ശേഷമാണ് രാജ്യതലസ്ഥാനത്ത് ബി.ജെ.പിയുടെ തിരിച്ചുവരവ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 70 സീറ്റുകളിൽ 48 സീറ്റിലും ബി.ജെ.പി. വിജയിച്ചു. 22 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മിക്ക് ലഭിച്ചത്. തുടർച്ചയായ മൂന്നാം തവണയും കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും നേടാനായില്ല. തെരഞ്ഞെടുപ്പിലെ തകർച്ചയ്ക്ക് പുറമെ ദേശീയ അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവി എ.എ.പിക്ക് കനത്ത പ്രഹരമായി. ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി.ജെ.പി. നേതാവ് പർവേഷ് വർമ്മയാണ് അട്ടിമറി ജയം സ്വന്തമാക്കിയത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21,687 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കെജ്രിവാൾ വിജയിച്ചത്. ജഗ്പുര മണ്ഡലത്തിൽ എ.എ.പി. നേതാവ് മനീഷ് സിസോദിയയും തോറ്റു. അതേസമയം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കൽക്കാജി മണ്ഡലത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയും എ.എ.പി. നേതാവുമായ അതിഷി വിജയിച്ചു. 1998 മുതൽ തുടർച്ചയായി 15 വർഷം ഡൽഹി ഭരിച്ച കോൺഗ്രസ് 2013 മുതൽ തളർച്ചയിലാണ്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. തുടർച്ചയായി മൂന്നാം തവണയും കോൺഗ്രസ് സംപൂജ്യരായിരിക്കുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യതലസ്ഥാനം നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് വേദിയായത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ പ്രവേശനം മുതൽ അതിഷിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വരവ് വരെ ചർച്ചയായി. കൃത്യമായ ആസൂത്രണത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ ബി.ജെ.പി. സമീപിച്ചത്. എ.എ.പിയുടെ ഭരണപരാജയങ്ങൾ തുറന്നുകാട്ടുന്നതുൾപ്പെടെ വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിലെ എ.എ.പിയുടെ പോരായ്മകൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമാണ് ഭരണം പിടിച്ചെടുക്കാൻ ബി.ജെ.പിക്ക് സഹായകമായത്. അതേസമയം ബി.ജെ.പി. സർക്കാർ രൂപീകരണ ചർച്ച തുടങ്ങി. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.